ഹലോ, ഇപ്പോൾ മാമ്പഴക്കാലമായി. അപ്പോൾ നിറയെ മാമ്പഴം കൊണ്ടുള്ള ഷെയ്ക്ക്, പുഡിങ്സ്, അങ്ങനെ പല ഐറ്റംസും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മാമ്പഴം കൊണ്ട് അട ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇതേ മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുത് കഷ്ണങ്ങളായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ മാമ്പഴം അരച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അരിപ്പൊടി, അതായത് നമ്മുടെ ആവശ്യത്തിന് ഈ മാമ്പഴവും ശർക്കര പാനിയും ഇതുപോലെ നന്നായി യോജിപ്പിച്ച് കിട്ടാൻ പാകത്തിന് ഉള്ള അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ചുക്ക് പൊടിയും ഏലക്കയും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി വാഴയിലയാണ് കേട്ടോ എടുത്തത്. ഈ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുന്ന ഇടനയില ഉണ്ടെങ്കിൽ ഇച്ചിരിയോടെ സൂപ്പറാണ്. അപ്പോൾ വാഴയില കുമ്പിളാക്കി അതിലേക്ക് പരത്തി ആവി കയറ്റി ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ നമുക്ക് നല്ല അടിപൊളി മാമ്പഴം കൊണ്ടുള്ള അട റെഡിയാണ്. അപ്പോൾ ചായ എടുത്ത് എല്ലാവരും വായോ, നമുക്കിത് ഒരുമിച്ച് ചായ കുടിക്കാം.